So welcome back to the channel. So നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3ലെ നെക്സ്റ്റ് ടോപ്പിക്കായ ക്രസ്കൽസ് അൽഗോരിതം ആണ്. ക്രസ്കൽസ് അൽഗോരിതം എന്ന് പറയുന്ന മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കമ്പ്യൂട്ടേഷനിൽ വരുന്ന ഒരു അൽഗോരിതം ആണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ള എഡ്ജസ് വെച്ചായിരിക്കും ബിൽഡ് ചെയ്ത് പോകുന്നത്. എഡ്ജസ് ആർ കൺസിഡർഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് കോസ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും എഡ്ജസിനെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെലക്റ്റഡ് എഡ്ജ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതൊരു സൈക്കിളായിട്ട് ഫോം ചെയ്യുന്നെങ്കിൽ ആ ഒരു എഡ്ജ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അങ്ങനെ ഏറ്റവും മിനിമം കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ക്രസ്കൽസ് അൽഗോരിതം എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ അൽഗോരിതം നോക്കാം. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോർട്ട് ഓൾ ദ എഡ്ജസ് ഫ്രം ലോ വെയിറ്റ് ടു ഹൈ വെയിറ്റ്. ലോ വെയിറ്റിൽ നിന്ന് ഹൈ വെയിറ്റ് എന്ന് പറഞ്ഞൊരു ഓർഡറിലോട്ട് എല്ലാ എഡ്ജസും എന്ത് ചെയ്യുക, സോർട്ട് ചെയ്യുക. എന്നിട്ട് ടേക്ക് ദ എഡ്ജ് വിത്ത് ലോവസ്റ്റ് വെയിറ്റ് യൂസ് ഇറ്റ് കണക്ട് വിത്ത് ദ വെർട്ടിക്സ്. അതായത് ലോവസ്റ്റ് വെയിറ്റ് ഉള്ള എഡ്ജിനെ ടേക്ക് ചെയ്ത് ഗ്രാഫ് കണക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഈ എടുക്കുന്ന എഡ്ജ് ഒരു സൈക്കിളായിട്ട് ഫോം ചെയ്യുകയാണ് ആ ഒരു ഗ്രാഫിൽ എങ്കിൽ ആ ഒരു എഡ്ജ് റിജക്റ്റ് ആവുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്. കീപ് ആഡിങ് എഡ്ജസ് അൻറ്റിൽ ഓൾ ദ വെർട്ടെക്സ്. എല്ലാ വെർട്ടെക്സും കണക്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ എഡ്ജസും ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് MST ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. MST എന്നാണ് മിനിമം സ്പാനിങ് ട്രീ. അപ്പോൾ ഇതിൽ ടോട്ടൽ എല്ലാ എഡ്ജസിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം കോസ്റ്റ് ആയിരിക്കണം കിട്ടേണ്ടത്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. കമ്പ്യൂട്ട് ദ മിനിമം സ്പാനിങ് ട്രീ and its cost for the following graph using Kruskal's algorithm. Kruskal's algorithm യൂസ് ചെയ്ത് മിനിമം സ്പാനിങ് ട്രീയുടെ എന്ത് ചെയ്യുക, ഒരു കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. സോ ഈ തന്നിരിക്കുന്ന ഗ്രാഫ് നോക്കൂ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പർട്ടിക്കുലർ ഗ്രാഫ്. ഈ ഗ്രാഫിൽ മിനിമം കോസ്റ്റ് ഉള്ള സ്പാനിങ് ട്രീ വേണം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസിങ് ക്രസ്കൽസ് അൽഗോരിതം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള എഡ്ജസ് കണക്ട് ചെയ്യാതെ ഈ നോഡുകളില്ലേ 0, 1, 2, 3, 4, 5, 6 അങ്ങനെ 6 നോഡുകളുണ്ട്. ഈ 6 നോഡുകൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ അല്ലേ? ഈ വരച്ചിരിക്കുന്നത് കണ്ടത് ഇങ്ങനെ വരയ്ക്കുക. സെപ്പറേറ്റ് കണക്ട് ചെയ്യാതെ എഡ്ജസ് കണക്ട് ചെയ്യാതെ ഇങ്ങനെ നോട്ട്സ് ഏതൊക്കെ സ്ഥലത്താണ് ആ നോട്ട്സ് ഉള്ളതെന്ന് നോക്കി കറക്റ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോ. ഈ ഗ്രാഫ് നോക്കുക. കാണാമോ? ഈ ഗ്രാഫാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രാഫിൽ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ്, അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കോസ്റ്റ്, മിനിമം കോസ്റ്റ് എവിടെയാണ്? 5 ആണല്ലോ. ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. 5ൻ്റെ ഏറ്റവും ചെറിയ നമ്പർ ഇവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ഈ 5 എന്ന് പറഞ്ഞ എഡ്ജാണ് നമ്മൾ എടുക്കുന്നത്. 2 എണ്ണം ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് വൺ ആദ്യം 0, 3 കണക്ട് ചെയ്യുന്ന 5. സോ നമ്മൾ ആ വരച്ച നോഡിൽ എന്ത് കണക്ട് ചെയ്യും? 0, 3 കണക്ഷൻ കൊടുക്കും 5. ഓക്കെ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ വീണ്ടും എന്ത് 5 ഉണ്ട് എവിടെ? 2ലും 4ലും. സോ 2, 4ലും 5 കണക്ഷൻ കൊടുക്കും. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ അല്ലേ? അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. എവിടെയൊക്കെ കൊടുത്തു? 2ലും 4ലും കൊടുത്തു. 0 to 3ലും 5 വെച്ച് കണക്ട് ചെയ്തു. നെക്സ്റ്റ് എഗെയിൻ ഗ്രാഫ് നോക്കുക. അടുത്ത ഏതാണ്? 5 കഴിഞ്ഞ് അടുത്ത ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണ്? 7 ആണോ 6 ആണോ? 6 ഉണ്ടല്ലേ? 6 ആണ്. 6 ഏതൊക്കെ കണക്ട് ചെയ്യുന്ന നോഡാണ്? 3 to 5 കണക്ട് ആവുന്ന 6 ഉണ്ടല്ലേ? സോ 6നെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്നുണ്ടോ? 6 3 to 5ൽ 6 കണക്ട് ചെയ്തു. ഓക്കെ ഫൈൻ. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കുക. അപ്പോൾ 6 ഓക്കെ. അതൊക്കെ ഇപ്പോൾ ഓക്കെ. 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു. ഇനി അടുത്ത 7 ഉണ്ടല്ലേ? ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ടല്ലേ? 7 എന്ന് പറഞ്ഞാൽ 0 to 1 കണക്ട് ചെയ്യുന്നു, 1 to 4 കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 7 ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ 7 കണക്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരു 7 കണക്ട് ചെയ്തു. 1 to 4ഉം 7 ഇല്ലേ? അത് കണക്ട് ചെയ്യാൻ പറ്റുമോ? കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യുമ്പോൾ ക്ലോസ്ഡ് ആവാതിരുന്നാൽ മതി. അങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. നോക്കിയാൽ അപ്പോൾ എവിടെയൊക്കെ കണക്ട് ചെയ്യാം? 0 to 1 7 കൊടുത്തു. അതേപോലെ 1 to 4ഉം 7 കൊടുത്തു. ക്ലോസ്ഡ് ആവുന്നില്ലല്ലോ, അതുവരെ നമ്മൾ കൊടുത്തു. മനസ്സിലായല്ലോ എങ്ങനെയാണ് കണക്ഷൻ? നെക്സ്റ്റ് ഇനി നോക്കാം. നെക്സ്റ്റ് ഗ്രാഫിൽ ഇനി അടുത്ത ആരാ ഉള്ളത്? ഇപ്പോൾ ഏതൊക്കെ പോയി? 5 പോയി, 6 പോയി, 7ഉം പോയി. ഇനി ആരാ ഉള്ള? 8 ഉണ്ടല്ലേ? 8 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 1 to 2 ഉണ്ട്, 5 to 4ഉം ഉണ്ട്. സോ ആദ്യം 1 to 2 കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. 1 to 2 കണക്ട് ചെയ്യാൻ പറ്റുമോ? 1 to 2 കണക്ട് ചെയ്ത് എന്താവും? ക്ലോസ്ഡ് ആവും. സോ 1 to 2 എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ 8 എടുക്കില്ല അവിടെ. ഇനി അടുത്ത് ഏതാ പറഞ്ഞത്? 5 to 4 ഉണ്ടല്ലേ? 5 to 4 ആണ്. സോ 5 to 4 ആകുമ്പോൾ നോക്കിയാൽ 5 to 4 കണക്ട് ചെയ്യാൻ പറ്റുമോ?
ഇല്ല, 5 to 4 കണക്ട് ചെയ്യാനും പറ്റില്ല, 1 to 2 ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഗ്രാഫ് എന്താവും, ക്ലോസ്ഡ് ആയിപ്പോൾ. നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രാഫ് വരാൻ പാടില്ല. അതാണ് ക്രസ്കൽസ് അൽഗോരിതം പറയുന്നത്. സോ നമുക്ക് ക്ലോസ്ഡ് ആവാൻ പാടില്ല. സോ നമ്മൾ ആ രണ്ട് എഡ്ജസിൻ്റെയും ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത നോഡ് നോക്കുക. അടുത്ത് നോക്കിയപ്പം നമ്മൾ ഇതിൽ ആരൊക്കെ എടുത്തു, 5 എടുത്തു, ഒന്നും കൂടെ നോക്കാം. 5 എടുത്തു, 6 എടുത്തു, 7 എടുത്തു, അതിപ്പോൾ 5 എടുത്തു, 8 എടുത്തില്ല, ഇവിടുത്തെ 8 നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. നെക്സ്റ്റ് എടുത്ത സ്മോളസ്റ്റ് നമ്പർ ഏതാണ്, 8 കഴിഞ്ഞ് 9 ഉണ്ടല്ലേ, 2 9 ഉണ്ട്. ഒന്ന് 3 to 1ഉം മറ്റേത് 4 to 6. ഫസ്റ്റ് വൺ നോക്കാം, 3 to 1. ഈ ഒരു ഗ്രാഫിൽ 3 to 1 നോക്കിയേ. 3 to 1 ഇവിടെ കണക്ഷൻ കൊടുത്ത് എന്താവും, ഇതിവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആവൂലേ, ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആകുമ്പോൾ 3 to 1 നമ്മൾ എന്ത് ചെയ്യില്ല, 9 എടുക്കില്ല. അതേപോലെ വേറെ ഏതുണ്ടെന്നാ പറഞ്ഞേ, 4 to 3 to 1 ഉണ്ട്, 4 to 6 ഉണ്ട്. 4 to 6 നോക്കിയേ പറ്റുമോന്ന്. 4 to 6 കുഴപ്പമില്ലല്ലോ, ക്ലോസ്ഡ് ആവുന്നില്ല. സോ 4 to 6 9 നമുക്ക് കൊടുക്കാം, അത് നമുക്ക് പറ്റും. സോ നോക്കൂ, ഇങ്ങനെയായിരിക്കും വരുന്നതാ, കണ്ടോ, 4 to 6 നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ കണക്ഷൻ, 5 ആയി, 7 ആയി, 6 9 എല്ലാം കണക്ട്. നെക്സ്റ്റ് ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കൂ, നോക്കിക്കേ, ഇല്ലല്ലേ. നെക്സ്റ്റിന് നോക്കി, നെക്സ്റ്റ് ഈ പടത്തിൽ നോക്കി. ഈ പടത്തിൽ നോക്കുമ്പോൾ നമ്മൾ 5 7 8 9 എല്ലാം ആയില്ലേ. ഇനിതാ 11 ഉണ്ടല്ലേ, 11 9 കഴിഞ്ഞ അടുത്ത് എന്താണ്, 11 ആണ്. 11 എവിടം തൊട്ട് എവിടം വരെയാണ്, 5 എന്ന് പറഞ്ഞ നോഡ് തൊട്ട് 6 എന്ന് വരെ, 5 to 6 ആണല്ലേ. അപ്പോൾ 5 to 6 കൊടുത്ത് 11 കൊടുത്ത് ഇതെന്താവും, ക്ലോസ്ഡ് ആവൂലേ. അപ്പോൾ 11 എന്ത് ചെയ്യില്ല, എടുക്കില്ല, നെഗ്ലക്റ്റ് ചെയ്തു. അടുത്ത് ഇതേപോലെ അടുത്ത ആരുള്ള 15. സോ 11 എടുത്തില്ല. നെക്സ്റ്റ് ആരുള്ള 15 ഉണ്ട്. 15 ഏതൊക്കെ കണക്ട് ചെയ്യുന്നു, 3 to 4 ആണ്. 15 കണക്ട് ചെയ്ത് നോക്കിയേ, 3 to 4. 15 കൊടുക്കുമ്പോൾ അവിടെ എന്താവും, ഇതൊരു ക്ലോസ്ഡ് ആവും. സോ 15 എടുക്കും. 15 നമ്മളിവിടെ എടുക്കത്തില്ല. സോ 15 എന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. സോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഇതായിരിക്കും. സോ ഇത് തന്നിരിക്കുന്ന ഗ്രാഫാണ് നമ്മുടെ ഫൈനൽ സ്പാനിങ് ട്രീ. ഓക്കെ അല്ലേ, മിനിമം കോസ്റ്റുള്ള സ്പാനിങ് ട്രീ ആണിത്. ഇതിൻ്റെ മിനിമം കോസ്റ്റ് ഇനി കണ്ടുപിടിക്കാൻ തോന്നുന്നു, ഓരോ എഡ്ജസ് 5 + 6 + 7 + 5 + 9 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ കോസ്റ്റ് കിട്ടും. കോസ്റ്റ് = 39 എന്നായിരിക്കും. ഓക്കെ അല്ലേ. സോ ഇതാണ് ക്രസ്കൽസ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ.